ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 19 ആരംഭിക്കുന്നത് അകാരിയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ തിരിച്ച് വീണ്ടും ബാരിയറിനുള്ളിലേക്ക് പോകുന്ന നൊബാറയെ കാണിച്ചുകൊണ്ടാണ്. അതേസമയം സ്റ്റേഷനുള്ളിൽ മഹീറ്റോയും യുജിയും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുന്നു. സ്റ്റെപ്പ് കയറി വരുന്ന യുജിയെ അടിച്ചു തെറിപ്പിക്കുന്ന മഹീറ്റോ പുറകിലൂടെ വന്ന് യുജിയെ ഇടിക്കാൻ നോക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് മഹീറ്റോയുടെ ക്ലോണുമായി ഏറ്റുമുട്ടുന്ന നൊബാറ ടെക്നിക് ഉപയോഗിച്ച് മഹീറ്റോയെ ആക്രമിച്ചെങ്കിലും മഹീറ്റോ ഒഴിഞ്ഞു മാറുന്നു. ശേഷം മഹീറ്റോ തിരിച്ച് നൊബാറയെ ആക്രമിക്കുമ്പോൾ നൊബാറ ഓടി മാറുന്നു. അതിനിടയിൽ ടെക്നിക് ഉപയോഗിച്ച് നൊബാറ വീണ്ടും മഹീറ്റോയെ ആക്രമിക്കുന്നു. നൊബാറ തൻ്റെ ശരീരത്തിൽ പരമാവധി തൊടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്ന മഹീറ്റോ മിക്കവാറും നനാമി എൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. ശേഷം നൊബാറയ്ക്ക് അടുത്തേക്ക് കുതിക്കുന്ന മഹീറ്റോയെ നൊബാറ തടയാൻ ശ്രമിക്കുന്നു. നൊബാറയെ തൊടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും, കാരണം താനൊരു ക്ലോൺ ആയതുകൊണ്ട് രൂപമാറ്റം വന്ന മനുഷ്യരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സോളുകളെയോ തനിക്ക് തൊടാനോ മാറ്റാനോ കഴിയില്ലെന്നും വിചാരിക്കുന്നു. അപ്പോഴേക്കും മഹീറ്റോ നൊബാറയെ പരിക്കേൽപ്പിക്കുന്നു. രണ്ടും കൽപ്പിച്ച മഹീറ്റോയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്ന നൊബാറ, നിന്റെ പ്രത്യേകതകളൊക്കെ എനിക്കറിയാമെന്നും അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് കേഴ്സ് ടെക്നിക്കായ റെസണൻസ് ഉപയോഗിക്കുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടി യുജിയുമായി അടിയുണ്ടാക്കുന്ന മഹീറ്റോയുടെ ഒറിജിനൽ ശരീരത്തിൽ ഏൽക്കുന്നു. ഇത് കാണുന്ന യുജിക്ക് ഇത് നൊബാറയുടെ ടെക്നിക്കാണെന്ന് മനസ്സിലാവുന്നു. ഇതോടെ യുജി മാത്രമല്ല തൻ്റെ ആജന്മ എതിരാളിയെന്നും കൂടെ നൊബാറയും പെടുമെന്ന് മഹീറ്റോയ്ക്ക് മനസ്സിലാവുന്നു. തൻ്റെ ടെക്നിക്ക് ഏറ്റത് വേറെ എവിടെയോ ആണെന്ന് മനസ്സിലാക്കുന്ന നൊബാറ തനിക്ക് മുന്നിലുള്ള മഹീറ്റോയ്ക്ക് പറയുന്ന അത്ര കേഴ്സ് എനർജി ഇല്ലെന്നും തൻ്റെ ഒരടി പോലും മഹീറ്റോയ്ക്ക് താങ്ങാൻ സാധിക്കില്ലെന്നും പറയുന്ന നൊബാറ തനിക്ക് മുന്നിലുള്ളത് യഥാർത്ഥ മഹീറ്റോ അല്ലെന്നും പകരം അവൻ്റെ ഡബിൾ ആണെന്നും പറയുന്നു. അതിന് മറുപടിയായിട്ട് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് മഹീറ്റോയും പറയുന്നു. അതേസമയം നൊബാറയുടെ ടെക്നിക്കിൽ ചോര തുപ്പി നിൽക്കുന്ന മഹീറ്റോയെ യുജി പാഞ്ഞു വന്നിടിക്കുന്നു. മഹീറ്റോയെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാതെ യുജി തുടരെ ഇടിക്കുന്നു. നൊബാറയുടെ ടെക്നിക്കിൻ്റെ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ലാത്ത മഹീറ്റോയ്ക്ക് നേരെ ചൊവ്വെ ഒഴിഞ്ഞു മാറാൻ പോലും സാധിക്കാതെ വരുന്നു. ശേഷം മഹീറ്റോയ്ക്ക് നേരെ ബാക്ക് ഫ്ലാഷ് ഉപയോഗിക്കുന്ന യുജി വീണ്ടും പൊതിരെ തല്ലുന്നു. അതേസമയം നൊബാറ മഹീറ്റോയ്ക്കെതിരെ വീണ്ടും ആക്രമിക്കാൻ തയ്യാറാകുമ്പോൾ മഹീറ്റോ അവിടെ നിന്ന് ഓടുന്നു. പുറകെ നൊബാറയും. ഇവൻ്റെ പുറകെ പോകേണ്ട യാതൊരു ആവശ്യം തനിക്കില്ലെന്ന് പറയുന്ന നൊബാറ പക്ഷേ മഹീറ്റോയെ ഇങ്ങനെ വിട്ടാൽ അത് പലർക്കും ആപത്താണെന്ന് വിചാരിക്കുന്നു. നൊബാറയ്ക്ക് അടുത്തു നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന മഹീറ്റോയുടെ ക്ലോൺ നേരെ സ്റ്റേഷനുള്ളിലേക്ക് കയറുന്നു. പുറകെ നൊബാറയും അകത്തേക്ക് കയറുന്നു. യുജിയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനായി മഹീറ്റോ വീണ്ടും സ്പ്ലിറ്റ് ആകുന്നു. 5-6 മഹീറ്റോയിൽ ഏതാണ് യഥാർത്ഥ മഹീറ്റോ എന്ന് തിരയുന്ന യുജിയെ പറ്റിച്ച് മഹീറ്റോ ഓടി രക്ഷപ്പെടുന്നു. അതേസമയം നൊബാറയുടെ അടുത്ത് നിന്ന് ഓടി വരുന്ന മഹീറ്റോയുടെ ക്ലോൺ സ്റ്റെപ്പ് വഴി അണ്ടർഗ്രൗണ്ടിലേക്ക് കയറുന്നു. ഓടിപ്പോകുന്ന മഹീറ്റോയ്ക്ക് പിന്നാലെ പോകുന്ന യുജിക്ക് മുന്നിലേക്ക് എതിർദിശയിൽ നിന്നും മറ്റൊരു മഹീറ്റോ ഓടി വരുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുന്ന യുജി മഹീറ്റോ എപ്പോഴാണ് ഡബിൾ ആയതെന്ന് വിചാരിക്കുന്നു. മഹീറ്റോ ക്ലോണുമായി ഒന്നുചേരാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നും അങ്ങനെ സംഭവിച്ചാൽ മഹീറ്റോയ്ക്ക് പഴയ ശക്തി തിരിച്ചു കിട്ടുമെന്നും യുജിക്ക് മനസ്സിലാവുന്നു. എന്നാൽ യുജിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മഹീറ്റോ ക്ലോണുമായി ഒന്നാകാതെ എതിർദിശയിലേക്ക് ഓടുന്നു. മഹീറ്റോ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നോക്കുന്ന യുജിയുടെ കണ്ണുകൾ നൊബാറയിൽ ഉടക്കുന്നു. അപകടം മനസ്സിലാക്കിയ യുജി നൊബാറയോട് ഓടി രക്ഷപ്പെടാൻ അലർന്നു. ഒറ്റ നിമിഷത്തിന് മഹീറ്റോ നൊബാറയുടെ മുഖത്ത് തൊടുകയും സോൾ ടെക്നിക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മഹീറ്റോയുടെ ക്ലോണിനെ അടിച്ചുവിടുന്ന യുജി നൊബാറയ്ക്കരികിലേക്ക് ഓടുന്നു. നനാമിയെ ഒറ്റയടിക്ക് എനിക്ക് തീർക്കാൻ സാധിച്ചില്ലെന്ന് ചിന്തിക്കുന്ന മഹീറ്റോ ഇനി നൊബാറയുടെ കാര്യം എങ്ങനെയാകുമെന്ന് വിചാരിക്കുന്നു. ശേഷം അനങ്ങാതെ നിൽക്കുന്ന നൊബാറയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കുട്ടിക്കാലത്ത് നൊബാറ ഫ്യൂമിയുടെ വീട്ടിൽ വീഡിയോ ഗെയിം കളിക്കുന്നത് കാണിക്കുന്നു. ഗ്രാമത്തിലേക്ക് പുതുതായി താമസം മാറി വരുന്ന ഫ്യൂമിക്ക് സ്കൂളിൽ പോകാനായി പുതിയ ബ്ലൂ ബാഗ് അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുക്കുന്നു. ഗ്രാമത്തിലെ അസൗകര്യങ്ങളെ ഓർത്ത് ഫ്യൂമിയുടെ മാതാപിതാക്കൾക്ക് പേടിയുണ്ട്. ഫ്യൂമിയുടെ ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. അവർക്ക് ചുവന്നതോ കറുത്തതോ ആയ ബാഗാണ് ഉള്ളതെന്നും നീല ബാഗ് ആർക്കും ഇഷ്ടമല്ലെന്നും ഫ്യൂമി പറയുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂമിയുടെ ബാഗ് കുട്ടികളെടുത്ത അലമാരയുടെ മുകളിൽ വെക്കുന്നു. വിഷമത്തോടെയാണെങ്കിലും ഒരു കസേരയിട്ട് അതിനു മുകളിൽ കയറി ഫ്യൂമി ബാഗ് എടുക്കാൻ നോക്കുന്നു. ബാഗ് തലയിൽ വീഴാൻ പോകുമ്പോൾ നൊബാറ ബാഗ് പിടിക്കുന്നു. ബാഗ് പിടിച്ചതിന് നന്ദി പറയുമ്പോൾ നമുക്ക് ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാമെന്ന് നൊബാറ പറയുന്നു. ശേഷം ബാഗ് അലമാരയ്ക്ക് മുകളിൽ ഇട്ടവരെ നൊബാറ പോയി തൊഴിക്കുന്നു. അതിനിടയിൽ സാറിൻ്റെ കയ്യിൽ നിന്നും വഴക്കം കേൾക്കുന്നു. വൈകുന്നേരത്തിന് മുൻപ് ബാഗ് ഫ്യൂമിക്ക് നൊബാറ തിരിച്ചു കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് നൊബാറ ഫ്യൂമിയുടെ വീട്ടിൽ പോകാൻ തുടങ്ങുകയും ഫ്യൂമിയുടെ അച്ഛനുമായി വീഡിയോ ഗെയിം കളിക്കുകയും ചെയ്യുന്നു.
നൊബാറയ്ക്ക് ഗ്രാമത്തിലുള്ളവരെ ഇഷ്ടമില്ലെന്ന് ഫ്യൂമി പറയുന്നു. ഗ്രാമത്തിനേക്കാളും നല്ലത് സിറ്റിയാണെന്ന അഭിപ്രായക്കാരിയാണ് നൊബാറ. അങ്ങനെ ഒരു ദിവസം നൊബാറ ഒരു സീക്രട്ട് ബേസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂമിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. നൊബാറ കണ്ടുപിടിച്ച സീക്രട്ട് ബേസ് സവോരി എന്ന പെൺകുട്ടിയുടെ വീടായിരുന്നു. ഫ്യൂമിക്ക് ശേഷം വീട് മാറി വന്ന ആളാണ് സവോരി. പിന്നീട് സവോരിയുടെ വീട്ടിലേക്ക് നൊബാറയും ഫ്യൂമിയും ഇടയ്ക്കിടെ പോകും. സവോരിയെ കണ്ടുമുട്ടിയതിനു ശേഷം നൊബാറ ആകെ മാറിയെന്ന് ഫ്യൂമി പറയുന്നു. അങ്ങനെയിരിക്കെ ഗ്രാമത്തിലുള്ളവർ സവോരിയുടെ വീടിന് മതിലിൽ ആവശ്യമില്ലാത്തത് എഴുതാൻ തുടങ്ങി. അധികം താമസിക്കാതെ സവോരി വീട് മാറിപ്പോവുകയും സവോരിയെ യാത്ര അയക്കാനായി ഫ്യൂമിയും നൊബാറയും ചെല്ലുകയും ചെയ്യുന്നു. സവോരിയുടെ പോക്ക് നൊബാറയെ വല്ലാണ്ട് വിഷമിപ്പിച്ചെന്ന് ഫ്യൂമി ഓർക്കുന്നു. പിന്നീട് സവോരിയെക്കുറിച്ച് ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് ഫ്യൂമി പറയുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നൊബാറ ടോക്കിയോയിൽ പഠിക്കാനായി പോകുന്നതിനെ ചൊല്ലി വല്യമ്മയുമായി വഴക്കിട്ടെങ്കിലും നൊബാറ തീരുമാനത്തിൽ ഉറച്ചു നിന്നെന്ന് ഫ്യൂമി പറയുന്നു. പോകുന്നതിന് മുൻപ് നൊബാറ ഫ്യൂമിയുടെ വേഗം ഈ ഗ്രാമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. കൂടാതെ ഒരിക്കൽ നമുക്ക് 3 പേർക്കും കണ്ടുമുട്ടാമെന്നും പറയുന്നു. ട്രെയിൻ നീങ്ങുന്നതിന് മുൻപായി ഫ്യൂമിയെ കാണുമ്പോൾ നൊബാറയുടെ കണ്ണ് നിറഞ്ഞെങ്കിലും കരയാതെ നിൽക്കുന്നു. നൊബാറയുടെ കണ്ണ് നിറയുന്നത് കാണുന്ന ഫ്യൂമിക്ക് സങ്കടമടക്കാൻ സാധിക്കുന്നില്ല. ഫ്ലാഷ് ബാക്കിന് ശേഷം സിറ്റിയിലൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന സവോരിയെ കാണിക്കുന്നു. കൂടെയുള്ളയാൾ സവോരിയോട് കുറച്ചു നേരം വിശ്രമിക്കാൻ പറയുന്നു. ജോലിയുടെ പ്രഷർ കാരണം ക്ഷീണിക്കുന്ന സവോരി പണ്ടത്തെ കാര്യങ്ങൾ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് പറയുന്നു. ഗ്രാമത്തിലെ കാര്യങ്ങളും ഫ്യൂമിയുടെയും നൊബാറയുടെയും കാര്യങ്ങളുമൊക്കെ. നൊബാറയെ തനിക്ക് വലിയ ഇഷ്ടമാണെന്നുമൊക്കെ പറയുന്ന സവോരി ഞങ്ങൾ തമ്മിൽ ചേച്ചി അനിയത്തി ബന്ധമായിരുന്നെന്നും പോകാൻ നേരം നൊബാറ ശരിക്കും കരഞ്ഞെന്നും പറയുന്നു. ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ കണ്ടാൽ നൊബാറ നിരാശയാകുമെന്ന് പറയുന്ന സവോരി അവളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നു. ശേഷം അടുത്ത സീനിൽ മഹീറ്റോയുടെ സോൾ ടെക്നിക്കേറ്റ് അനങ്ങാതെ നിൽക്കുന്ന നൊബാറയെ കാണിക്കുന്നു. തൻ്റെ ഗ്രാമത്തിലെ എല്ലാവരും മോശക്കാരല്ലെന്ന് പറയുന്ന നൊബാറ ചിലവർ മാത്രമേ ആ ഗണത്തിലുള്ളെന്നും പറയുന്നു. ശേഷം ഫ്യൂമിയെ മനസ്സിൽ വിചാരിക്കുന്ന നൊബാറ ഫ്യൂമിയോട് മാപ്പ് ചോദിക്കുകയും തനിക്ക് ഫ്യൂമിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചില്ലെന്നും പറയുന്നു. ശേഷം മുന്നിൽ നിൽക്കുന്ന യുജിയോട് എൻ്റെ ജീവിതം തരക്കേടില്ലാത്ത ഒരെണ്ണമായിരുന്നെന്ന് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു വീഴുന്നു. തൻ്റെ പ്രിയ സുഹൃത്തായ നൊബാറ മരിച്ചെന്ന് വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന യുജിയെ കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 19 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.